ഇനി കാണാം സ്കൈ വാച്ച്. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പലയിടങ്ങളിലും മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആഴ്ച അതെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒരിടത്തും മഴ മുന്നറിയിപ്പില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ മിതമായോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഗ്രീൻ അലർട്ടാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത്. അങ്ങനെ വേറൊരു മഴയുടെ സാധ്യതയൊന്നുമില്ല പലയിടത്തും. പക്ഷേ കനത്ത ചൂട് തുടരുകയാണ്. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന കാപ്പി, ചായ, മദ്യം എന്നീ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക എന്നിവയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇനി ഇന്നത്തെ താപനില എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. 36.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം പുനലൂരിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില. കുറഞ്ഞ താപനില 19.2 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിൽ 35.7 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില 23.1. കോഴിക്കോട് കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25.3. തിരുവനന്തപുരത്ത് കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിയിൽ കൂടിയ താപനില 31, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്.